അപ്പൊ ഗൈസ് നമ്മൾ ഓണമായിട്ട് ചേട്ടനെ വീട്ടിൽ വന്ന അവരുടെ ഓണസദ്യയിലേക്ക് നമ്മൾ ഇതാക്കി. പകുതി ഐറ്റം തീർന്നു പോയി, എന്നാലും വേണ്ടില്ല, കിട്ടുന്നത് ഓണം പോലെ. അപ്പം 10-28 കൂട്ടം ഐറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതില് 3-4 ഐറ്റം കുറഞ്ഞു. ഇതെല്ലാം കൂടി ഒഴിക്കാനുള്ള സ്ഥലം തന്നെ ഇതിന് കുറവാണ്. പിന്നെ പൂക്കളൊക്കെ ഇട്ടുണ്ട്. എല്ലാം നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ഇവരൊക്കെ വീഡിയോ വന്നു പറഞ്ഞപ്പോഴേക്കും മാറി മാറി നിൽക്കുക. ഇതിന് മുന്നിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെട്ട ആളാണിത്. ഇതൊക്കെ എന്തൊക്കെ കറിയാവുന്ന പേര് പറഞ്ഞു തരാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. എല്ലാ കാര്യം തിന്നാനേ അറിയത്തുള്ളൂ. 3, 6, 3, 9, 3, 12, 3, 15, 3, 18. മൊത്തം 28 ഐറ്റം ഉണ്ടായിരുന്നു. ഇതിനിപ്പം ഒരു 10-22 ഐറ്റം ഉള്ളൂ. എല്ലാം നല്ല അടിപൊളിയാണ്. എന്നോട് നെയ്യ് ഏതാ? എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. വേറെ അപ്പോൾ ഗൈസ് ഈ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കിയതല്ല, എല്ലാം ഓർഡർ ചെയ്ത് എത്തിയതാണ്. ഈ ഹോട്ടലാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഹോട്ടൽ കേരളത്തിലുള്ള. ഈ സദ്യയുടെ റേറ്റ് വരുന്നത് ഒരു ഊണിന് 450 എന്ന റേറ്റ് ആയിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഒരു വിധത്തിൽ ആ ചോറും കറികളൊക്കെ തീർത്തു. കറി തീർക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഇച്ചിരി പായസം കൂടി ഉണ്ട്. ഒരേറ്റം പായസം ഉണ്ടായി, തീർന്നു പോയി. ഞാൻ വരാൻ ലേറ്റ് ആയിട്ട്. എല്ലാം സൂപ്പറായിരുന്നു. അച്ചാറിന് ചെറിയൊരു കയറ്റുണ്ടായിരുന്നു, ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. അപ്പൊ ഗൈസ് നമ്മൾ ചേട്ടന്റെ വീട്ടിലാണുള്ളത്. അവിടുത്തെ പൂക്കളോ ഇതുമെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഒരാള് ഇവിടെ ഹാപ്പി ഓണം പറയാൻ വേണ്ടി ഇപ്പുണ്ട്. പറഞ്ഞോ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി എവിടെയാണ് അടുത്ത ഓണസദ്യ കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. ഓണമായിട്ട് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. ഓക്കെ, കൂടെ ഇവനും ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഓണമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ഗൈസ്.